കർഷകനെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ കർഷകന്മാര്. അയ്യോ, നിങ്ങളിവിടെ ശാസ്ത്രജ്ഞനാന്ന് പറഞ്ഞോണ്ട് നടന്നോ? ഇല്ലടി, ഞാൻ ഈറ്റ വെട്ടുകാരനാണെന്നും പറഞ്ഞോണ്ട് എത്താത്ത ഒരു തോർത്ത് കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കാൻ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലേ? സ്വന്തം മോള് 3 ദിവസമായി കോളേജിൽ പോവാന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ അവള് വന്നിട്ടില്ല. ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? കാരണന്മാരുടെ ഗുണം അവള് കാണിക്കും. അമ്മ വേലിയാടിയാലും മോള് മതില് ചാടും. അയ്യോ, വേലിയാടിയപ്പോ ഞാൻ അറിഞ്ഞില്ല ഇതുപോലൊരു മുള്ളുവേലിയാ ഞാൻ ചാടാൻ പോന്നേന്ന്. അറിഞ്ഞില്ലല്ലേ? അറിഞ്ഞില്ലായിരുന്നു. അവള് വരും, അവര് തന്നെ വന്നോളും. വരും. അല്ലേ, നിങ്ങൾ എപ്പോഴും ഇതിനകത്ത് കൂടി ഇങ്ങനെ നോക്കാം. ഫോക്കസ് തെറ്റിക്കരുത്. എന്തോന്നാ നിങ്ങൾ ഈ നോക്കുന്നത്? എന്താ നിങ്ങൾ ഇതിനകത്ത് കൂടെ കാണുന്നത്? അതെ, ബുദ്ധി വേണമെങ്കിൽ മാറ്റിക്ക, ഫുള്ളിങ് മാറ്റിവെക്ക. ഇത് ഞാൻ ഗ്രഹം വരുന്നുണ്ടോന്ന് നോക്കുവല്ല, പൈസ മേടിക്കാനുള്ള ഒരു വല്ലവരും വരുന്നുണ്ടോന്ന് അകലേന്ന് നോക്കി നിൽക്കുക. അവര് വരുവാണെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് മാറാലോ. എനിക്ക് വലിയ ശാസ്ത്രജ്ഞനാ. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപകരണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ? എന്തിനാണ് ഈ ഉപകരണം ഉണ്ടാക്കണേ? കല്യാണം കഴിച്ച അന്ന് മുതൽ ഈ വീട്ടിലെ പണി മൊത്തം ഞാനല്ലേ ചെയ്യണേ. പിന്നെ എന്തിനാ വേറെ ഉപകരണം ഉണ്ടാക്കണേ? നിങ്ങൾ യന്ത്രനൊക്കെ കണ്ടില്ലയോ? അതിനകത്ത് റോബോട്ടിനെ ഒക്കെ ഉണ്ടാക്കുന്നില്ലയോ? അതുപോലെ എനിക്ക് അഭിമാനത്തോട് ആരോടെങ്കിലും ഒന്ന് പറയാനോ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ എന്നാ ഇത്രയും നാൾ നിന്നോട് മറച്ചു വെച്ച ഒരു സത്യം ഞാൻ പറയാം. എന്തുവാ? ഞാൻ ചിട്ടി പിടിച്ച ഒരു ചിട്ടി റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം? ഞാനോട് പറയാതെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. എന്തോന്ന് ചേട്ടാ ഇത്? തുമ്മി ചാവുമല്ലോ മനുഷ്യൻ. ഒരു ഉമ്മയും കൂടെ ആവാം. വേണ്ട, താല്പര്യമില്ല. ഇല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ വിളിക്ക്. ചിട്ടി റോബോട്ട് ഓൺ ദി സ്റ്റേജ്. ഫ്രണ്ടിലേക്ക് നടക്ക്. മതി കൊക്ക ബാക്കിലേക്ക് പോരെ. എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കും. സത്യം സത്യം. ഇത് ഭയങ്കര സംഭവം. ഭയങ്കര സംഭവം. മോനെ ഇങ്ങോട്ട് പറ. അയ്യോ, അത് ഇങ്ങനല്ല വീശുന്നേ. വീശിയതല്ല, ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ പുസ്തകത്തിലുള്ള കംപ്ലീറ്റ് സാധനം പഠിച്ചു കഴിയും. പിന്നെ അതെ, സത്യമാണോ? പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? പഠിച്ചു കഴിഞ്ഞാൽ അവൻ സാധനം അപ്പം നിലത്തിടും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? ചിട്ടി, ഞാൻ ചേച്ചി. ചേച്ചി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? ഈ അച്ചാറ് പൂക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? നീലക്കുറിഞ്ഞി ഇട്ട് വെച്ചാൽ മതി. എന്തത്? നീലക്കുറിഞ്ഞി ഇട്ട് വെച്ചാൽ മതി. 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞി പോക്കൂ. അതിനു മുമ്പ് അച്ചാർ തീർന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സണ്ണാണോ മൂണാണോ ആദ്യം ഉണ്ടായത്? മൂൺ. അതെന്താ അങ്ങനെ? ഹണിമൂൺ കഴിഞ്ഞല്ലേ സണ്ണാകുന്നു. വെള്ളത്തിലറിയാത്ത പൂവേത്? ഷാമ്പു. അയ്യോ, ചിട്ടി ചാച്ച് ചിട്ടി ചാച്ച് ചിട്ടി ചാച്ച് കണ്ടിച്ച് കളയില്ലേ? നിനക്ക് ചേച്ചി ചേച്ചി. ഞാൻ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ? ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോ. പിന്നെ ഒരു ഇപ്പൊ ആനുകാലിക സംഭവമാണ്, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ചിട്ടി, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ശരിയോ തെറ്റോ? ഇത്ര കടുപ്പപ്പെട്ട സാധനമൊക്കെ അവരോട് ചോദിക്കാൻ കൊള്ളാമോ? അത് കണ്ടുപിടിക്കാൻ ഈ ലോകത്ത് ആർക്കും ദൈവത്തിന് പോലും കഴിയില്ല. അത് വേറെ സംഭവമുണ്ട്. നിങ്ങൾ എന്നെ ഇവിടെ ഉണ്ടാക്കിയല്ലോ, വെച്ചേക്കുവാണല്ലോ. എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് തരൂ പ്ലീസ്. എൻജോയ് ചെയ്യണം. എനിക്ക് എൻജോയ് ചെയ്യണം. വേണം. കുഴപ്പമില്ല, അതിനുള്ള വഴി ഇതെടുത്തോണ്ട് അകത്ത് വെച്ച് കളിച്ചോ. ശരി, അതല്ല എടുത്തോണ്ടാൻ പറഞ്ഞ, നീ ഇത് വെച്ച് കളിച്ചാ മതി കേട്ടോ. നോക്കേ, ഇവനെല്ലാം അങ്ങ് ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല. ഇവൻ നമുക്ക് ട്യൂഷൻ വിടണം. ട്യൂഷൻ വിടണം. നമുക്ക് പട്ടാളക്കാരന്റെ ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ വിട്ടാലോ? പക്ഷെ ഇല്ല, പട്ടാളക്കാരൻ പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. അതിനാണ് പാട്. മുടിയിരിക്കണോ? ഇത് ഒറിജിനൽ മുടിയല്ല, വിഗല്ലേ. ഈ വിഗ് മാറ്റി വെച്ച് ആ മുടി അങ്ങ് വെക്കുന്നു. ആ മുടി അങ്ങ് വെച്ചിട്ട് പട്ടാളക്കാരന്റെ അടുത്തേക്ക് കൊണ്ട് നമ്മൾ ട്യൂഷൻ വിടുന്നു. ഓ ശരി ശരി ശരി. ഇത് വെച്ച് റെഡിയാക്കിയാൽ മതിയോ? ഇത് വെച്ച് റെഡിയാക്കിയാൽ മതി. നമുക്ക് പുള്ളി ഇതന്നെ, ഈ പുള്ളി പെണ്ണുങ്ങൾ മാത്രം ട്യൂഷൻ എടുക്കുന്നത്. അത് അങ്ങനെ ഒരു വീക്ക്നെസ്സാ. നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നില്ല, അത് നിങ്ങളുടെ വീക്ക്നെസ് അല്ലേ? അതുപോലെ പുള്ളിയുടെ ഒരു വീക്ക്നെസ്സാ അത്. ഓ, ആ വീക്ക്നെസ് എടുത്താൽ മതിയായിരുന്നു. ഈ വീക്ക്നെസ് വലിയ ഗുണമാണ്.